എജുവൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബി.എഡ് 4th സെമിസ്റ്ററിലെ എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റായ ദ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി എന്നുള്ള യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ബാക്കി വരുന്ന ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്സ് മോഡേണൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഫീച്ചേഴ്സ് ഓഫ് എ മോഡേണൈസ്ഡ് സൊസൈറ്റി, അതുപോലെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മോഡേണൈസേഷൻ, അതുപോലെ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, എന്താണ് മോഡേണൈസേഷൻ? ആദ്യം നമുക്ക് മോഡേണൈസേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Modernization is the process by which fundamental social and cultural changes take place as a result of adoption of science-based technology. നമുക്കറിയാം മോഡേണൈസേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ബൈ വിച്ച് ഫണ്ടമെൻ്റൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്, ഒരു സൊസൈറ്റിയിൽ സയൻസ് ബേസ്ഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ടെക്നോളജി നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സോഷ്യൽ ആൻഡ് കൾച്ചറൽ, സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഉണ്ടാകുന്ന ഫണ്ടമെൻ്റലായി ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് സയൻസ് ബേസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സാമൂഹികപരവും സാംസ്കാരികപരവുമായ മാറ്റത്തിനെ നമുക്ക് മോഡേണൈസേഷൻ എന്ന് വിളിക്കാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗ്ലോബൽ ഹാർമണൈസേഷൻ വിത്ത് അൾട്ടിമേറ്റ് എയിം ഓഫ് എഫക്റ്റിംഗ് ചേഞ്ചസ് ഇൻ the very outlook of people in the economic, social, industrial and technological system. നമുക്ക് കാണാൻ സാധിക്കും ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റിയിൽ ആ ഒരു സൊസൈറ്റിയിലെ ജനങ്ങളുടെ ഇക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും ടെക്നോളജിക്കലായിട്ടും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ഫ്രം ദ ട്രഡീഷണൽ ഓർഡർ ടു എ മോർ റേഷണൽ ആൻഡ് സയൻറ്റിഫിക് ഓർഡർ. ഇത് സൊസൈറ്റിയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒന്നിൽ നിന്നും മോർ റേഷണലായിട്ടുള്ള വളരെ യുക്തിപരമായിട്ടുള്ള അതുപോലെ തന്നെ കൂടുതൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ഓർഡറിലേക്കുള്ള ഒരു മാറ്റം, സൊസൈറ്റിയുടെ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ ഓഫ് എ നാഷൻ. ഇവിടെ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ വെറും മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമല്ല, മറിച്ച് എന്താണ്, ആൾസോ ഇൻ ഇറ്റ്സ് ബിലീഫ്, വാല്യൂസ് ആൻഡ് വേയ്സ് ഓഫ് ലൈഫ്. അതായത് ജനങ്ങളുടെ വിശ്വാസങ്ങളിലും അവരുടെ ബിലീഫ്സ്, അവരുടെ വാല്യൂസ്, അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ലൈഫിലൊക്കെ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ത്, മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ മീൻസ് ആധുനികവൽക്കരണം. മോഡേണൈസേഷന് മലയാളം ആധുനികവൽക്കരണം. ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ഹെൽപ്പ് എ നാഷൻ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി. ഒരു സ്വന്തം രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് മോഡേണൈസേഷൻ. ഫീച്ചേഴ്സ് ഓഫ് എ മോഡേണൈസ്ഡ് സൊസൈറ്റി. എന്തൊക്കെയാണ് ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇറ്റ്സ് ദ സൊസൈറ്റി വിച്ച് ക്യാൻ മേക്ക് ഫുൾ ബട്ട് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ദ ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീസ്. ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഡിസ്കവറീസ്, കണ്ടെത്തലുകൾ, ഇന്നൊവേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്രീയപരമായിട്ടും അല്ലെങ്കിൽ സയൻസ് മേഖലയിലായാലും അതുപോലെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും കുറേ കൂടെ കൂടുതൽ കണ്ടുപിടുത്തങ്ങളും ഇന്നൊവേഷൻസും ഒക്കെ ഉണ്ടാവുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും അത്. ഇറ്റ് ക്യാൻ ടേപ്പ് ദ നാച്ചുറൽ റിസോഴ്സസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നാച്ചുറൽ റിസോഴ്സസ്, അവരുടെ ക്ഷേമത്തിനനുസരിച്ചിട്ട് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ ഈ ഒരു സൊസൈറ്റിക്ക് സാധിക്കും. ഇറ്റ് ഹാസ് കൾച്ചറൽ പാറ്റേൺസ് ദാറ്റ് ഫേവർ ദ അഡോപ്ഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ എൻറിച്ചിങ് ദ സൊസൈറ്റീസ് ഫിസിക്കൽ, മോറൽ, സോഷ്യോ ഇക്കണോമിക് ലൈഫ് വിത്തൗട്ട് സാക്രിഫൈസിങ് ദ എസൻസ് ഓഫ് ഇറ്റ്സ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ മോഡേണൈസേഷൻ എന്ന പ്രോസസ്സ് സ്വീകരിക്കുന്നതിലൂടെ അവിടെ ഉണ്ടാകുന്ന കൾച്ചറൽ ചേഞ്ചസ് ആ ഒരു സൊസൈറ്റിയിൽ മുന്നേ ഉണ്ടായിട്ടുള്ള
ഒരു കൾച്ചറൽ ഹെറിറ്റേജിനെ സാക്രിഫൈസ് ചെയ്യാത്ത തരത്തിൽ, അതായത് മുന്നേ ഉണ്ടായിരുന്ന കൾച്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പുതിയൊരു മോറലായിട്ടും സോഷ്യോ ഇക്കണോമിക് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ളൊരു പുതിയ ടെക്നിക്സും മെത്തേഡ്സും ഒക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നു. ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഈസ് വെരി സ്ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മോഡേണൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അതിനുള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ഹൈറാർക്കിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇന്ത്യയിലെ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ ഹൈറാർക്കി ആയിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഒരു അടഞ്ഞ ഒരു സിസ്റ്റമാണ്. അതുപോലെ ഡെബിലിറ്റേറ്റിംഗ് ഫുൾ ഓഫ് അവർ കൾച്ചറൽ ട്രഡീഷൻസ്, നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻ, അതുപോലെ നാരോ റിലീജിയസ് ഫെയ്ത്ത്സ്, നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് ഒക്കെ വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഇടുങ്ങിയ ഒന്നാണ്. നെക്സ്റ്റ്, ഡൈവേഴ്സിഫൈഡ് കമ്മ്യൂണൽ സിസ്റ്റം. നമുക്കറിയാം ഇന്ത്യൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ സിസ്റ്റം ഉള്ളൊരു കൺട്രിയാണ്. അതുപോലെ ലാക്ക് ഓഫ് യൂണിറ്റി, ഇന്ത്യയിൽ ഐക്യം എന്നുള്ളത് അതിൻ്റെ ഒരു കുറവ്. അതുപോലെ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് റിയാലിറ്റി. ഇവിടെ ഐഡിയയും റിയാലിറ്റിയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്. സോ അതും ഇങ്ങനെ ഒരു എയിം അച്ചീവ് ചെയ്യാൻ മോഡേണൈസേഷന് അതിൻ്റെ ഫുള്ളസ്റ്റ് ലെവലിൽ കൊണ്ടുവരുന്നതിന് ഒരു തടസ്സമാണ്. നെക്സ്റ്റ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിൽ എഡ്യൂക്കേഷൻ്റെ റോൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ ആർ ക്ലോസ്ലി ലിങ്ക്ഡ്. ഇവ രണ്ടും എന്താണ്, വളരെ ഇൻ്റർകണക്റ്റഡ്, വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷനും മോഡേണൈസേഷനും. ഇറ്റ് സെർവ്സ് ആസ് ആൻ എഫിഷ്യൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ എഫക്റ്റീവ് മോഡേണൈസേഷൻ ബൈ ബീയിങ് ഇൻസ്ട്രുമെൻ്റൽ ടു ദ റിന്യൂവൽ ഓഫ് കൾച്ചർ. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ ചേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എഡ്യൂക്കേഷൻ്റെ റോള് എന്നുള്ളത്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിലും എഡ്യൂക്കേഷൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇറ്റ്സ് ആൻ എഫിഷ്യൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് എഡ്യൂക്കേഷൻ. The pace of education is taken as the index of the level of modernization a nation has attained. ഒരു നാഷൻ എത്രത്തോളം മോഡേണൈസ്ഡ് ആയി എന്ന് ചെക്ക് ചെയ്യുന്നതിന്, അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആ ഒരു നാഷനിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നോക്കിയാൽ തന്നെ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ കീ ദാറ്റ് ഓപ്പൺസ് ദ ഡോർ ഓഫ് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ എന്ന ഡോറിൻ്റെ അല്ലെങ്കിൽ മോഡേണൈസേഷൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു കീ ആയിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും, ഈ എഡ്യൂക്കേഷനെ കാണാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് വൺനെസ് ഇൻ ദ നാഷൻ. ഈ മോഡേണൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ജനങ്ങൾ നമ്മൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളൊരു ദേശത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു ഐക്യം ഇതിലൂടെ വളർന്നു വരുമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എറാഡിക്കേറ്റ് കാസ്റ്റ് ഫീലിംഗ്സ് ആൻഡ് ക്ലാസ് ഫീലിംഗ്. ഇന്ത്യയിലെ കാസ്റ്റ് ഫീലിംഗ്, അതായത് ജാതീയപരമായിട്ടുള്ളതും അതുപോലെ ക്ലാസ് ലെവലിലുള്ള ഫീലിങ്സൊക്കെ ഇല്ലായ്മ ചെയ്യാനും മോഡേണൈസേഷന് സാധിക്കും. മാസ് എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ് ആൻഡ് നോളജ്. നമുക്കറിയാം, എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ പുതിയ നോളജ്, പുതിയ ഐഡിയാസ്, പുതിയ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. സോ ഈ എഡ്യൂക്കേഷനിലൂടെ ഒരു സൊസൈറ്റി ചേഞ്ചിന് വിധേയമാവുകയും സ്വാഭാവികമായും അവർ മോഡേണൈസ്ഡ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് കോൺസെപ്റ്റ്, സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ മൊബിലിറ്റി? നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ മൊബിലിറ്റി എന്നൊക്കെ. അപ്പോൾ എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് നോക്കാം. സോഷ്യൽ മൊബിലിറ്റി എന്ന ടേമിൻ്റെ മീനിങ്, ദ ടേം സോഷ്യൽ മൊബിലിറ്റി റിഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം വൺ സോഷ്യൽ ക്ലാസ് ടു അനദർ. ഒരു സോഷ്യൽ ക്ലാസ്സിൽ നിന്നുമുള്ള ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു സോഷ്യൽ ക്ലാസ്സിലേക്കുള്ള മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഷ്യൽ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്കുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. The concept social mobility involves the movement of individuals, families or groups through a system of social hierarchy. ഈ സോഷ്യൽ ഹൈറാർക്കി, അതായത് സൊസൈറ്റി ഇങ്ങനെ തട്ടായിട്ട് നമുക്കറിയാം ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആവാം, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ആവാം. ഇവരുടെ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത്.
അക്കോർഡിംഗ് ടു മിൽസ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു ഡെഫിനിഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ടു മൂവ് upward or downward in status based on wealth, occupation, education or some other social variables. മിൽസ് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ എബിലിറ്റി, ഒരു കഴിവിനെയാണ്. എന്തിനുള്ള കഴിവാണ്? ടു മൂവ് അപ്വാർഡ് ഓർ ഡൗൺവാർഡ്. ഒന്നുകിൽ ഒരു ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിലേക്ക് ഉയരുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിലേക്ക് പോവുക. ഇങ്ങനെയുള്ള വെൽത്തിൻ്റെയോ ജോലിയുടെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒക്കെ ബേസിൽ ഇങ്ങനെ ക്ലാസ്സുകൾ മാറുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. അക്കോർഡിംഗ് ടു സോറോക്കിൻ ദർ ആർ 2 ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. സോറോക്കിൻ്റെ അഭിപ്രായത്തിൽ 2 ടൈപ്സ് ആണുള്ളത്. അത് ഒന്ന് ഹൊറിസോണ്ടലും മറ്റൊന്ന് വെർട്ടിക്കലുമാണ്. മറ്റൊന്ന് വെർട്ടിക്കലുമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ മൊബിലിറ്റി. എന്താണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി? Horizontal social mobility means the transition of an individual from one social group to another situated on the same level of social hierarchy. It involves moving within the same category. ഇവിടെ പറയുന്ന സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ട്രാൻസിഷനെയാണ്. ഒരു ക്ലാസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നുള്ള ട്രാൻസിഷനെയാണ് ഇവിടെ പറയുന്നത്. ഓൺ ദി സെയിം ലെവൽ ഓഫ് സോഷ്യൽ ഹൈറാർക്കി. ഇവർ മാറുന്ന ഈ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നതാണ് അതേ ഒരു ഹൈറാർക്കി ലെവൽ തന്നെയാണ്. അതായത് അതേ ഒരു സെയിം ലെവലിൽ തന്നെയുള്ള ഹൈറാർക്കിയിലേക്കാണ് അവർ മാറുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൊറിസോണ്ടൽ എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ മറ്റൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് മാറുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസിലോ അതുപോലെ അവരുടെ ഇൻകത്തിലൊന്നും കാര്യമായ വ്യത്യാസം വരുന്നില്ല. സോ ഇവിടെ എന്താണ്? അവരുടെ ഈ ഹൈറാർക്കി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഈ ഹൈറാർക്കി മാറുന്നില്ല, സെയിം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഷ്യൽ മൊബിലിറ്റി മീൻസ് ട്രാൻസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം വൺ സോഷ്യൽ സ്ട്രാറ്റം, ഒരു സോഷ്യൽ സ്ട്രാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ടു അനദർ. ഇൻ ദിസ് കേസ് ദർ ആർ 2 ഡയറക്ഷൻസ്, അപ്വാർഡ് ഓർ ഡൗൺവാർഡ് മൊബിലിറ്റി. നമുക്കറിയാം ഒരു ഇൻഡിവിജ്വൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് സ്ട്രാറ്റത്തിൽ നിന്ന് മറ്റൊരു സ്ട്രാറ്റത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഒന്നുകിൽ അവരുടെ സ്റ്റാറ്റസ് കൂടാം, അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന അവരുടെ ആ ഒരു ക്ലാസ്സിനേക്കാൾ ഉയർന്ന സ്റ്റാറ്റസുള്ള ക്ലാസ്സിലേക്കായിരിക്കാം അവർ മാറുന്നത്, അല്ലെങ്കിൽ ഡൗൺവാർഡ് ആയിരിക്കാം, താഴെ തട്ടിലായിരിക്കാം. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്വാർഡ് വെർട്ടിക്കൽ മൊബിലിറ്റി ഒക്കേഴ്സ് വെൻ എ ക്ലർക്ക് ഇൻ സ്റ്റേറ്റ് സർവീസ് ഗെറ്റ്സ് സിവിൽ സർവീസ്. നമുക്കറിയാം ഒരു സ്റ്റേറ്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു ക്ലർക്കിന് സിവിൽ സർവീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണ്, ഒരു സ്റ്റാറ്റസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് അപ്വാർഡ് വെർട്ടിക്കൽ എന്ന് വിളിക്കാം. അതേസമയം താഴെ തട്ടിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഉയർന്ന ലെവലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് അയാളുടെ ഈ ഒരു ജോലിയൊക്കെ നഷ്ടമായിട്ട് താഴെ തട്ടിലുള്ള ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡൗൺവാർഡ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്നും വിളിക്കാം. Sociologists have also identified 2 main types of social mobility, intragenerational and intergenerational. സോഷ്യോളജിസ്റ്റുകൾ മറ്റ് 2 ടൈപ്പ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി പറയുന്നുണ്ട്. ഒന്ന് ഇൻട്രാജനറേഷണൽ എന്നാണ്, അതേസമയം മറ്റൊന്ന് ഇൻ്റർജനറേറ്റഡ് എന്നാണ്. ഇൻട്രാജനറേറ്റഡ് എന്ന് പറയുന്നത് വിത്തിൻ എ ജനറേഷൻ, ആ ഒരൊറ്റ ജനറേഷനുള്ളിൽ തന്നെയുള്ള മൊബിലിറ്റിയാണ് നമുക്ക് ഇൻട്രാജനറേഷണൽ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ദ മൊബിലിറ്റി is defined as changes in social status over a single lifetime. ഒരു സിംഗിൾ ലൈഫ് ടൈമിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ സോഷ്യൽ മൊബിലിറ്റി വിത്തിൻ എ സിംഗിൾ ജനറേഷൻ. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ comparing the occupational status of an individual at 2 or more points in time. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ സാധിക്കുന്നത് എ പേഴ്സൺ ബിഗിൻസ് ഹിസ് കരിയർ ആസ് എ സ്കൂൾ ടീച്ചർ, ലേറ്റർ ബിക്കംസ് എ ട്രെയിനിങ് കോളേജ് ലെക്ചറർ ആൻഡ് ഫൈനലി എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ഇവിടെ ആ ഒരൊറ്റ ജനറേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ആ ഒരൊറ്റ ജനറേഷനിൽ അവരുടെ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന മാറ്റം. ആദ്യം ഒരു സ്കൂൾ ടീച്ചറാണെങ്കിൽ പിന്നെ അവരൊരു
ട്രെയിനിങ് കോളേജിലാവുന്നു, ശേഷം അവരൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവുന്നു. സോ അവരുടെ സ്റ്റാറ്റസ് അവരുടെ ജനറേഷനിൽ ഉയരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർ ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ അക്രോസ് ജനറേഷനാണ്. അതായത് മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് ദാറ്റ് ഒക്കർ ഫ്രം പാരൻസ് ടു ദ ചിൽഡ്രൻസ് ജനറേഷൻ. അതായത് ഇപ്പോൾ പാരൻറ്റ് വളരെ ഒരു ലോ ലെവലിൽ നിന്നിട്ടുള്ള ആളായിരുന്നെങ്കിൽ അവരുടെ മക്കൾ പഠിച്ച് ഒരു ഇപ്പോൾ സിവിൽ സർവീസിലും മറ്റുമൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവരുടെ പൊസിഷന് കുറച്ചുകൂടെ ഹൈ ആവണം, സ്റ്റാറ്റസ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? അതായത് അക്രോസ് ജനറേഷൻ, ഒരു ജനറേഷനും കടന്നു മറ്റ് ജനറേഷനിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു മൊബിലിറ്റിയെ നമുക്ക് ഇൻ്റർ ജനറേറ്റഡ് മൊബിലിറ്റി എന്ന് വിളിക്കാം. സോഷ്യൽ മൊബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രൈം മീൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റിക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം, ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ തന്നെയാണ്. ദ മോസ്റ്റ് കോമൺ വേ ദാറ്റ് പീപ്പിൾ അച്ചീവ് അപ്വാർഡ് മൊബിലിറ്റി ഈസ് ത്രൂ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റ്. ഈ എഡ്യൂക്കേഷനിലൂടെ വരുന്ന അഡ്വാൻസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാകുന്ന നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളും അവരുടെ സ്റ്റാറ്റസ് എന്താണ് അപ്വാർഡ് മൊബിലിറ്റി ഉണ്ടാവുന്നത്. അതായത് മറ്റ് ഹയർ ക്ലാസ്സിലേക്ക് അവർ പോകുന്നത് എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ്. എഡ്യൂക്കേഷൻ കിട്ടിയാൽ അവർ നല്ല ജോലിയിലെത്തുന്നു, അതുവഴി അവരുടെ സ്റ്റാറ്റസ് കൂടുന്നു. ദ സ്പെസിഫിക് റോൾ പ്ലേഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻ എഫക്റ്റിംഗ് സോഷ്യൽ മൊബിലിറ്റി ആർ ദ ഫോളോയിങ്. എഡ്യൂക്കേഷൻ ആക്ട്സ് ആസ് ആൻ ഏജൻറ്റ് ഫോർ വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. ഈ വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി നമ്മൾ പറഞ്ഞ ഈ അപ്വാർഡ് ഡൗൺവാർഡ് എന്നുള്ള ഈ സോഷ്യൽ മൊബിലിറ്റിയിൽ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഫോർ വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. എഡ്യൂക്കേഷൻ ഈസ് എ മെയിൻസ് ടു അച്ചീവ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പൊസിഷൻ ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല പൊസിഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അച്ചീവ് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ തന്നെയാണ്. ഗെറ്റിംഗ് മോർ എഡ്യൂക്കേഷൻ റിസൾട്ട്സ് ഇൻ ദി അപ്വാർഡ് മൊബിലിറ്റി. നമുക്കറിയാം കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ജോലി കിട്ടുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാറ്റസ് വേ ഓഫ് ലൈഫ് മാറുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാറ്റസ് കൂടുന്നു. സോ ഇതിനെ നമുക്ക് അപ്വാർഡ് മൊബിലിറ്റി എന്ന് പറയാം. സോ ഈ അപ്വാർഡ് മൊബിലിറ്റീനെ കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രധാന ഘടകം എന്താണ്? എഡ്യൂക്കേഷൻ തന്നെയാണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് യൂണിവേഴ്സൽ ഫാക്ടർ ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ബോത്ത് ഇൻട്രാ-ജനറേഷണൽ ആൻഡ് ഇൻ്റർ-ജനറേഷണൽ അപ്വാർഡ് മൊബിലിറ്റി വെൻ അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർ ജനറേഷനിലും ഇൻട്രാ ജനറേഷനിലും പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലും ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ആക്സസ് ടു ഹൈലി പേയിങ് ഗവൺമെൻറ് പൊസിഷൻസ്. നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ഗവൺമെൻറ് സർവീസിലൊക്കെ കയറാൻ സാധിക്കുന്നു. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡിറ്റർമൈനിങ് വിച്ച് ജോബ്സ് പീപ്പിൾ എൻറ്റർ ആൻഡ് ഇൻ ഡിറ്റർമൈനിങ് ദെയർ സോഷ്യൽ ക്ലാസ് പൊസിഷൻ. ഈ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് അവരുടെ ഈ ഒരു സ്റ്റാറ്റസ് മാറുമെന്നാണ് പറയുന്നത്. ഈ നല്ല എഡ്യൂക്കേഷൻ, നല്ല ജോബ് കിട്ടും, നല്ല സോഷ്യൽ സ്റ്റാറ്റസിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് റെഡ്യൂസ് ദ സോഷ്യൽ ഇനീക്വാളിറ്റി ദാറ്റ് മേക്ക് ദി സോഷ്യൽ മൊബിലിറ്റി ഈസി. ഈ എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഈ സോഷ്യൽ ഇനീക്വാലിറ്റി, അസമത്വങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. സോ അതിലൂടെ ഒരു സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ മെയ്ഡ് ദ വെർട്ടിക്കൽ മൊബിലിറ്റി ഓഫ് സപ്രസ്ഡ് കാസ്റ്റ് ഈസി. നമുക്കറിയാം, ഈ താഴെ തട്ടിലുള്ള ഈ ജാതി വ്യവസ്ഥയിലൊക്കെ താഴെ തട്ടിൽ നിൽക്കുന്ന ജനങ്ങൾ ഈ എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് മാത്രമാണ് അവർ ഈ ഒരു ഇന്ന് കാണുന്ന ആ ഒരു ഇതിലെങ്കിലും അവരെത്തിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് അവർ നല്ല ജോലിയിലും മറ്റും എത്തിപ്പെട്ടു, അവരുടെ സ്റ്റാറ്റസ് ഉയരാൻ തുടങ്ങി. സോ ഈ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നതിൽ വലിയൊരു ഘടകം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? വാട്ട്സ് ദ മീനിങ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് ദ ഡിവിഷൻ ഓഫ് സംതിങ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സൊസൈറ്റീനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ള ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡിവിഷൻ ഓഫ് എന്തെങ്കിലും ഒന്നിൻ്റെ ഡിവിഷൻ ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ്. വ്യത്യസ്ത ലെയറായിട്ട്, അതായത് ഓരോ ഗ്രൂപ്പും ഓരോ ലെയറായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്നു. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് the division of a society into distinct and unequal groups or class.
സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കുന്നു. ഇതെങ്ങനെയാണ്? അൺഈക്വൽ ആയിരിക്കും. ഇവ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, മറിച്ച് എന്താണ്? അൺഈക്വൽ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് ആയിരിക്കും. ഒരു സൊസൈറ്റിയെ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട്, സ്ട്രാറ്റകളായിട്ട് തരംതിരിക്കുന്നതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂറിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുതരം സോഷ്യൽ ഡിവിഷനാണ്. ഇൻഡിവിജ്വൽസിനെ ഒന്നുകിൽ വെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പവറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട്, സോഷ്യൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മില്ലർ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ ഹയറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ടു സോഷ്യൽ ക്ലാസ്സസ്, കാസ്റ്റ്സ് ആൻഡ് ഡിവിഷൻസ് വിത്തിൻ എ സൊസൈറ്റി. മില്ലറിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഹെയറാർക്കിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ തട്ടായിട്ടുള്ള ഒരു തരം അറേഞ്ച്മെൻ്റ് ആണ്. ഇൻഡിവിജ്വൽസിനെ ഇൻടു സോഷ്യൽ, ഒന്നുകിൽ സോഷ്യൽ ക്ലാസ്സുകളാക്കുന്നു, അതുപോലെ കാസ്റ്റുകളാക്കുന്നു, അതുപോലെ ആൻഡ് ഡിവിഷൻസ് വിത്തിൻ എ സൊസൈറ്റി, ഒരു സൊസൈറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിവിഷൻസ്. ദെൻ ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. In ancient Indian society, caste was the most important means of stratification. Ancient India എടുത്ത് നോക്കുമ്പോൾ അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ അന്ന് ജാതി ബേസിലായിരുന്നു, അതായത് കാസ്റ്റിൻ്റെ ബേസിലായിരുന്നു സ്ട്രാറ്റിഫിക്കേഷൻ നടന്നിരുന്നത്. ദർ വർ 4 കാസ്റ്റ്. അന്ന് പ്രധാനമായിട്ടും ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 കാസ്റ്റാണ് ഉണ്ടായിരുന്നത്. അന്ന് അതായിരുന്നു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കാൾ മാക്സ്, ദ ഹിസ്റ്ററി ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് സൊസൈറ്റീസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. കാൾ മാക്സിൻ്റെ അഭിപ്രായത്തിൽ നിലനിൽക്കുന്ന എല്ലാ ചരിത്രങ്ങളും, അല്ലെങ്കിൽ ഇന്നുള്ള എല്ലാ ചരിത്രങ്ങളും എന്താണ്, ഒരു ക്ലാസ് സ്ട്രഗിൾ, വർഗസമരത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ക്ലാസ് സ്ട്രഗിളിൻ്റെ ഹിസ്റ്ററിയാണ് എന്നാണ് പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് സൊസൈറ്റി, എല്ലാ നിലനിൽക്കുന്ന സൊസൈറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്നാണ് കാൾ മാക്സ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് സ്ട്രഗിൾ അറൈസസ് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു ക്ലാസ്സസ് ഹാവിങ് ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ്. വ്യത്യസ്ത ഇൻട്രസ്റ്റുകളുള്ള, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റുകളുള്ള ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ക്ലാഷസ് ഉണ്ടാകുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ ക്ലാസ് സ്ട്രഗിൾ എന്ന് വിളിക്കുന്നത്. അതർ മീൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആർ, ഈ കാസ്റ്റിൻ്റെ ബേസിൽ മാത്രമല്ല സൊസൈറ്റി ഡിവൈഡ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് എഡ്യൂക്കേഷൻ, അതുപോലെ ഓക്യുപ്പേഷൻ, വെൽത്ത്, സോഴ്സസ് ഓഫ് ഇൻകം, പ്ലേസ് ഓഫ് റെസിഡൻസ്, കൈൻഡ് ഓഫ് റെസിഡൻസ്, പവർ, പ്രസ്റ്റീജ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ വരുമാനത്തിൻ്റെ സോഴ്സസ് ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന പ്രദേശത്തിനനുസരിച്ചിട്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിൽ, അല്ലെങ്കിൽ അധികാരത്തിനനുസരിച്ചിട്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനനുസരിച്ചിട്ടൊക്കെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഹയറാർക്കിക്കലായിട്ടുള്ള, തട്ടായിട്ടുള്ള ഒരു തരം വിഭജനത്തിനെയാണ്, ഡിവിഷൻസിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഇതിൻ്റെ ബേസ് കാസ്റ്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലും, എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിലും, ഓക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ